ഇന്നത്തെ രമേശ് ചെന്നിത്തല ഇന്നത്തെ രമേശ് ചെന്നിത്തലേന്റെ ആത്മാവായിരുന്നു അന്ന്. ഇന്ന് അതിന് അദ്ദേഹത്തിന്റെ ശരീരമാണ് ഇരിക്കുന്നത്. ഇയാളുടെ കുടുംബമൊക്കെ കംപ്ലീറ്റ് ഈ NSS RSS പാരമ്പര്യത്തിലുള്ള ആളാണ്. എല്ലാ തരികിടകളിലും അയാളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളെ പറ്റി വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളല്ലേ, എന്തിനാ സ്വാമി എന്ന് പറഞ്ഞ് RSSന്റെ ഒരു മഹാൻ എന്നോട് പറഞ്ഞു. അതെ, ഇപ്പൊ ലഹരി മാഫിയ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഈ ഡോണുകളെ ഇയാൾ ഫേസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഇയാൾ എങ്ങനെയായിരിക്കുന്നതെന്ന്. ആൾക്കാർ ആലോചിക്കുന്നുണ്ട് ആരാ ഈ 2 ലക്ഷം പേരുകാരൻ. ആ 2 ലക്ഷം പേരുകാർ നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ അടിയിൽ അവൻ്റെ ഒറിജിനൽ പേര് ആൾക്കാർ പറഞ്ഞു തരും. ഇടയ്ക്ക് ഒരു പെണ്ണെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇതിൽ ചെന്ന് ചക്രയുടെ പറ്റി ഓറയെ പറ്റി പഠിക്കാൻ, ഞാനാണ് ഈ ഓറയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഓറയെ പറ്റി ചോദിച്ചപ്പോൾ ഓറ ഹീലർ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ് നിങ്ങളുടെ ഫുൾ നേക്കഡ് പടം നമുക്ക് അയച്ചു തരും. അങ്ങനെ ഓരോ ലൈഫില് ഇതൊക്കെ. അവിടെയാണ് തോക്കുസ്വാമിയുടെ കുറവ്. തോക്കുസ്വാമി May 17, 2008 ജനിച്ചത്. ഭദ്രാനന്ദ് 1982 മിഡ് നൈറ്റില് 21 മിഡ് നൈറ്റിലാന്ന് തോന്നുന്നു. 21 രാത്രി. മറ്റൊരു കാര്യം ഞാൻ സംസാരിക്കേണ്ടിരുന്നത്, ഇപ്പൊ റീസെന്റ് അഡ്രസ് ചെയ്ത 2 കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ വേറെ 2 കാര്യങ്ങൾ ഭയങ്കരമായി. എനിക്കിതിൽ ഒരു കാര്യമേ ഉള്ളൂ. എൻ്റെ ജീവിതം എനിക്ക് വെള്ളഭൂഷാനോ എനിക്ക് എല്ലാവരും മാധ്യമ പ്രവർത്തകരെടുത്തോ ബാക്കി പറഞ്ഞ് എനിക്കൊന്നും വെള്ളഭൂഷണില്ല. പക്ഷേ എൻ്റെ ജീവിതം പോലെ ഒരുപാട് പേര് ജീവിതത്തിൽ മറ്റൊരാൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യവും അവരുടെ ശത്രുതയും കൊണ്ട് ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ എപ്പോഴും നമ്മുടെ ശത്രുവിനെ പറ്റി ശത്രു എപ്പോഴും മോശമേ പറയുള്ളൂ. ഇപ്പം കൃഷ്ണനെ പറ്റി ദുര്യോധനൻ മോശമേ പറയുള്ളൂ. നമ്മളെല്ലാവരെ പറ്റിയും ഒരാൾ പറയുമ്പോൾ നമ്മളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. അതെ, തീർച്ചയായും. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും ഒരു നിരപരാധിയെ വേട്ടയാടരുത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കേരളം എന്ന് പറഞ്ഞൊരു കോൺസ്പിറസി തിയറിയുടെ ഇതിൽ പോകുന്നതാണ്. ഒരാൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അവൻ മോശമാണ്, കൊള്ളില്ല എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിനെ ഇവിടുത്തെ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ ഒരു സുന്ദരിയായ പെണ്ണ് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവളെ കൈയും കാലും ഒക്കെ കാണിച്ച് അവളെ കിട്ടിയില്ല, അവള് സെറ്റായില്ലെങ്കിൽ അവള് പോക്കാണ്, അവള് മോശമാണെന്ന് പറഞ്ഞ് ഇതാക്കും. ഇവക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ അവളുടെ ഇന്നസെൻസ് തെളിയിക്കാൻ ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ ഓൺലൈനിലുള്ള ആൾക്കാരുടെ ഇതെന്ന് വെച്ചാൽ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ എനിക്കെതിരെ വരുന്ന കമന്റുകൾ കണ്ട് ഞാൻ എങ്ങനെ ചെയ്യാം. അപ്പൊ കാണുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എന്തിനാ ഇവരിങ്ങനെ സംസാരിക്കുന്നത്? അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേഷ്യം. ഇപ്പൊ BJP-ക്കാർ വന്നിട്ട് കുറെ തെറിയങ്ങ് വിളിക്കും. ഇപ്പൊ SDPയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ ആൾക്കാർ കുറെ തെറി. BJP എതിർത്ത BJP-ക്കാർ, കോൺഗ്രസിന് എതിർത്ത കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എതിർത്ത കമ്മ്യൂണിസ്റ്റ്. അവരിങ്ങനെ അവർ മാക്സിമം അങ്ങ് നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക എന്നുള്ള ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇത്. പക്ഷെ അവർ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും കർമ്മ റിട്ടേൺസ് എന്ന് പറഞ്ഞൊരു സാധനം വരും, തിരിച്ചു വരും. ഇവർക്കറിയില്ല. ഇവര് പിന്നീട് ആശുപത്രികളിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും ഒക്കെ പല രീതിയിൽ നമ്മളൊരാളെ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ നമ്മൾ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണ്ണീര് കുടിക്കും. ഈ ഒരു മെസ്സേജും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പണി കിട്ടിയിരിക്കും. ആ പണി പല രീതിയിലാണ്. നമുക്ക് പണി എന്ന് പറയുമ്പോൾ പല രീതിയിൽ തിരിച്ചു വരും. അതൊരു പ്രകൃതിയുടെ ഒരു തത്വമാണ്. നമുക്ക് കഴിവത് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഒന്നിപ്പം ഫസ്റ്റിൽ ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ജീവിതം അങ്ങ് പറയുന്നതിനേക്കാളും വലുത് എനിക്കൊരു ചെറിയ റിക്വസ്റ്റേ ഉള്ളൂ. നമ്മളിലെല്ലാവരിലും ഒരു നന്മയും ഒരു എനർജിയും ഉണ്ട്. നമ്മൾ രണ്ടുപേരും സമയം മെനക്കെട്ടിരിക്കുന്നു. അങ്ങ് ഇത്ര കോഴിക്കോട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നു. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്തു, ഇവിടെ വന്നു. നമ്മളെല്ലാവരും സമയം മെനക്കെടും. നമ്മളുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്കിതിൽ ആത്മീയപരമായിട്ടൊരു മെസ്സേജ് എനിക്ക് കൊടുക്കാനുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുക ഫസ്റ്റ്. നിങ്ങൾ എന്തിനീ ഭൂമിയിൽ വന്നു എന്നുള്ളതിനെ പറ്റിയുള്ളത് ചിന്തിക്കുക. നിങ്ങളിലൂടെ 10 പേർക്ക് എങ്ങനെയെങ്കിലും ഒരു ഗുണം കിട്ടാൻ എങ്ങനെ സാധിക്കുമെന്ന് ചെയ്യുക. അതിനെല്ലാത്തിനും ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ക്ഷേത്രം എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇവിടുത്തെ ധർമ്മമുണ്ട്, ആ ധർമ്മശാസ്ത്രം എന്താണെന്നൊന്ന് പഠിക്കുക. 2, നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെയുള്ള ഈ ചക്രപീഠങ്ങളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. എല്ലാ ഭക്ഷണവും കഴിക്കരുത്. അതുപോലെ എല്ലാ മന്ത്രങ്ങളും ഉപയോഗിക്കരുത്. മന്ത്രം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഔഷധമാണ്, സ്ഥൂല ശരീരത്തിൻ്റെ ഔഷധമാണ് മരുന്ന്. അപ്പം ഈ മന്ത്രങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് തകർച്ചകളുണ്ടാവും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മളുടെ ഈ ആജ്ഞ കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കും. കാരണം നമ്മളൊരു ബിസിനസ്സിന് പോവുകയാണ്, ഒരാളുമായിട്ട് ഇടപെടുകയാണ്.
നമ്മുടെ ആജ്ഞാചക്ര കറക്റ്റ് അല്ലെങ്കിൽ അയാൾ ഫ്രോഡാണോ നല്ലതാണോ എന്ന് അറിയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ GPS. നമ്മുടെ മൊബൈലിലെ GPS കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ കാസർഗോഡ് എന്ന് അടിച്ചാൽ കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോകും, അവിടെ കിടന്ന് കറങ്ങും, അതുപോലെ പറ്റില്ല. ഈ ത്രോട്ട് ചക്ര കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയുന്ന ആരും കേൾക്കില്ല, നമുക്ക് കമാൻഡിങ് പവർ ഉണ്ടാവില്ല. കടുവയും സിംഹവും ഒക്കെ കാട്ടിലൊന്ന് ഗർജിക്കുമ്പോൾ കാട് നിശ്ചലമാവുന്നത് ഈ ശക്തിയുടെ പവർ കൊണ്ടാണ്. ഈ ഹാർട്ട് ചക്ര കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരെയും ഇഷ്ടപ്പെടില്ല, നമ്മളെ ആരും ഇഷ്ടപ്പെടില്ല. ഇന്ന് എൻ്റെ ഹാർട്ട് ചക്ര കറക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടാൻ പറ്റുന്നത്, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഈ സ്വാധിഷ്ഠാന കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയം വരും. അങ്ങ് ചോദിച്ച ഭയത്തിൻ്റെ പേര് ഭയം, വെറുതെ ഭയം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഭയം, അയ്യോ അത് ചെയ്താൽ അത് പൊട്ടിപ്പോ പ്രശ്നമോ, ഭയം. ഇരുട്ട് കണ്ടാ ഭയം, ഭയപ്പെടാം. ആ ഭയം എന്ത് തരത്തിലുള്ള ഭയവും സ്വാധിഷ്ഠാനം എന്ന് പറയാം. പിന്നെ മണിപുര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഭയങ്കര ഈഗോസ്റ്റിക് ആയിരിക്കും. ഞാൻ ആരെന്നറിയോ, ഭയങ്കര ഈഗോ. അതായത് ശത്രു പുറത്തുനിന്ന് നമ്മളെ ആക്രമിക്കുമ്പോൾ ഈഗോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അറഗൻസും ഈഗോയും നമ്മളെ നശിപ്പിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇതാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഇരിക്കുന്നതാണ് ഈ മൂലാധാരം എന്ന് പറയുന്ന സാധനം. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ കുണ്ഡലിനി എനർജി എല്ലാം അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പെവേർട്ടഡ് ആവും. ഇവിടുന്ന് ഒരുപാട് പെണ്ണുപിടിയന്മാരും അതുപോലെ സ്ത്രീകളുമായിട്ടുള്ള ഇത് ലെസ്ബിയൻസ്, ഹോമോസെക്ഷൽസ്, ഹാർഡ് കോർ ക്രിമിനൽസ്, മോഷണം കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ എല്ലാം വരുന്ന ആൾക്കാരെന്താണ്? ഇതിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് അൾട്ടിമേറ്റ് ചക്ര, സഹസ്രപത്മ. ഇത് തുറക്കണമെങ്കിൽ ഇത്രയും എനർജി കറക്റ്റ് ആവണം. ഒരു ആത്മീയതയുടെ അൾട്ടിമേറ്റ് ലെവൽ ലൈഫ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട ശക്തി. ഇതിന് നമ്മൾ നല്ല ഭക്ഷണം, നല്ല ഗുരു നമുക്ക് വേണം, ഇതിൽ അറിവുള്ളവർ വേണം. ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി എപ്പോഴും ഇവിടെയൊക്കെ നമ്മളൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കണം, നമ്മുടെ വീഡിയോ കേട്ടിട്ട് നമ്മുടെ ആൾക്കാരുടെ അതിബുദ്ധിമാരായ മണ്ടന്മാരാണ് നമുക്കുള്ളത്. നേരെ ഗൂഗിളിൽ ചെന്നടിക്കും, യൂട്യൂബിൽ ചെന്നടിക്കും. ഈ ഇടയ്ക്ക് ഒരു പെണ്ണെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇതിൽ ചെന്ന് ചക്രയുടെ പറ്റി, ഓറയെ പറ്റി പഠിക്കാൻ. ഞാനാണ് ഈ ഓറയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ഓറയെ പറ്റി ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ഓറ ഹീലർ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ് നിങ്ങളുടെ ഫുൾ നേക്കഡ് പടം നമുക്ക് അയച്ചു തരൂ, ഓറ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ അഡ്രസ്സ് ഒന്ന് തന്നു കഴിഞ്ഞാൽ അവന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം ആൾക്കാരുടെ കുഴപ്പം, ആൾക്കാർ കൃത്യമായിട്ടുള്ള ഒരു പൈൽസ് രോഗത്തിന് തലയിൽ അമൃതാഞ്ജൻ ഇടുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. അവർ ബുദ്ധിമാനെന്ന് അവർ തന്നെ വിചാരിക്കുകയാണ്. ഞാൻ പിന്നെ എല്ലാത്തിനും AI ചോദിക്കും. ഇപ്പൊ ഗൂഗിളിൽ ചെന്നിട്ട് എൻ്റെ അച്ഛൻ ആരാണെന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ ഇതേപോലത്തെ ബുദ്ധി ഗൂഗിളിലെല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെ ചോദിക്കണം, ഏത് ശരിയാണ്, തരുന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണോ? ഒരിക്കലും കറക്റ്റ് ഇൻഫർമേഷൻ അല്ല തരുന്നത്. എനിക്ക് കുറെ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കണം. കാരണം എല്ലാ അറിവുകളും എടുത്തും കിട്ടുകയാണ്. അതിൽ നമ്മൾ ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കണം. അപ്പോൾ അതുപോലെ നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. നമ്മളുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് തന്നിരിക്കുന്നു. ആ ലൈഫിനെ കറക്റ്റായിട്ട് കൊണ്ടുപോയി നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹിച്ച് പോകുമ്പോഴേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാതെ ഇപ്പം ലഹരി മാഫിയ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അല്ല, ഞാനതിൽ പറയുന്നത് ഈ തൂഫാന് വളരെ അനുകൂലമായിട്ട് താങ്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അതൊരു ഗിമിക്കാണെന്നും അത് പുറമേ ഉള്ളൊരു, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൈൽസിന് ഇവിടെ മരുന്ന് വെക്കുന്ന ഒരു പരിപാടിയാണ്, അമൃതാഞ്ജൻ തേക്കുന്ന പരിപാടിയാണ്, സ്രാവുകൾ അവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല ബിഗ് സാധനങ്ങൾ ഞാൻ തന്നെ എത്രയോ ഇത് ഞാനിപ്പോൾ ഇവിടുത്തെ പോലീസ് എൻ്റെ പിള്ളേർ തന്നെ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കൂ, പോലീസിന് കൊടുത്തോണ്ടിരിക്കൂ, റിപ്പോർട്ട്സ് കൊടുക്കൂ, അവർ ചെയ്യട്ടെ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു ഇനി ലീഡ്സ് കൊടുക്കണ്ട, അതിലൊന്നും ആക്ഷൻ ഉണ്ടാകുന്നില്ല. കാരണം 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന ആ ഓഞ്ഞ ഗുണ്ട, ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാം 2 അക്ഷര പേരുകാരൻ. ആ 2 അക്ഷര പേരുകാരൻ വന്നിട്ട് കുറേ എന്താ പറയുക വളുപ്പ് ഇംഗ്ലീഷും ഒക്കെ അടിച്ച് കുറേ ഇതൊക്കെ കാണിച്ച് ഇയാൾ യഥാർത്ഥ ഇയാൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അയാളുടെയാണ് ഇതെല്ലാം, അയാളാണിത്. ഇയാൾ യഥാർത്ഥത്തിൽ എന്ത് ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഈ ഡോണുകളെ ഇയാൾ ഫേസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഇയാൾ എങ്ങനെയായിരിക്കുന്നതെന്ന്. ഇപ്പൊ ആൾക്കാർ ആലോചിക്കുന്നുണ്ട് ആരാ ഈ 2 അക്ഷര പേരുകാരൻ. ആ 2 അക്ഷര പേരുകാരൻ നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ അടിയിൽ അവൻ്റെ ഒറിജിനൽ പേര് ആൾക്കാർ പറഞ്ഞു തരും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതൊരു ബ്രെയിൻ ഗെയിം ഇട്ടതാണ് ഞാൻ. കാരണം നമ്മൾ മൊത്തം എല്ലാം പറഞ്ഞു പോകുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ പ്രത്യേകിച്ച് അതിലൊരു സസ്പെൻസ് അത് അന്വേഷിക്കത്തില്ല. അന്വേഷിക്കുമ്പോൾ അവരുടെ ബ്രെയിനിന് ഒരു എക്സസൈസ് കൊടുക്കുക. ഇതൊരു ഇപ്പൊ തന്നെ നമ്മൾ ഈ ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ തന്നെ ആൾക്കാർ
ആൾക്കാർ സ്മാർട്ടാണ്. ആൾക്കാർ അപ്പം തന്നെ ഫുൾ പേരിട്ട് തരും, അവന്റെ കടയുടെ പേരിട്ട് തരും, അവന്റെ പരിപാടി ഇട്ട് തരും. ഇതെല്ലാം നാട്ടുകാർക്ക് ബോധമാണ്. പക്ഷെ ഇപ്പോഴത്തെ പോലീസിന് മാത്രം ഇത് മനസ്സിലാവുന്നില്ല. കാരണം പോലീസിന് മനസ്സിലാവാത്തല്ല, പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിശാന്തിനി IPS ഇയാളുടെ വീട് വരെ എല്ലായിടത്തും അന്വേഷിച്ച് ചെന്നെത്തിയതാണ്. അപ്പൊ അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്നത് അന്ന് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഇന്നത്തെ രമേശ് ചെന്നിത്തല ഇന്നത്തെ രമേശ് ചെന്നിത്തലേന്റെ ആത്മാവായിരുന്നു അന്ന്. ഇന്ന് അതിന് അദ്ദേഹത്തിന്റെ ശരീരമാണ് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട, മതി, നിശാന്തിനി വണ്ടി പാക്ക് ചെയ്തോ, പിന്നെ അടുത്ത ട്രാൻസ്ഫർ ആന്ന് പറഞ്ഞു. ഇപ്പൊ പുതിയ ആൾ വന്നപ്പോ, കാരണം ഇതിനകത്തെന്ന് വെച്ചാൽ ഈ RSSനകത്തൊരു NSS ഉണ്ട്. RSSനകത്തൊരു NSS കരയോഗം. ഈ NSS കരയോഗത്തിന്റെ ആളാണ് ഈ രണ്ടക്ഷരക്കാരൻ. ഓക്കെ. ഇയാളുടെ കുടുംബമൊക്കെ കംപ്ലീറ്റ് ഈ NSS RSS പാരമ്പര്യത്തിലുള്ള ആളാണ്. അപ്പോൾ RSSനുള്ളിലുള്ള NSSന്റെ പാരമ്പര്യം. RSS എന്ന് പറഞ്ഞ ഒരു വളരെ പവിത്രമായ ഒരു ഈശ്വരീയ പ്രസ്ഥാനമാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയും ബംഗാളിയും പോലത്തെ വ്യത്യാസമാണ്. ഓക്കെ. മലയാളിക്കും ബംഗാളിക്കും ഉള്ള ഇത് പെരുമ്പാവൂർ ബംഗാളിനെ മലയാളിയാണെന്ന് കരുതുന്ന പോലെയാണ് നോർത്ത് ഇന്ത്യൻ നമ്മുടെ യഥാർത്ഥ RSSനെ ഇവിടെ എത്തുമ്പോൾ ഇത് ഈ രീതിയിലിരിക്കും. ഓക്കെ. അപ്പൊ ഈ അൾസേഷൻ പട്ടിക്ക് നാടൻ പട്ടിയിൽ ഉണ്ടായ സാധനമാണ് ഇവിടുത്തെ സംഘപരിവാർ. എഴുതി വെച്ചോ, അൾസേഷൻ പട്ടിക്ക് നാടൻ പട്ടിയിൽ ഉണ്ടായ ആണ് ഇവിടുത്തെ സംഘപരിവാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഗുണമില്ല ഇവരെ കൊണ്ട്. ചുമ്മാ ഷോ കാണിച്ച് ഇങ്ങനെ നിൽക്കാന്നേ ഉള്ളൂ. ഒരു കല്ലെടുത്ത് പറഞ്ഞാൽ ഈ വിളിയാണ് വിളിക്കുന്നത്, അല്ലാത്ത വിളി വിളിക്കൂല. അപ്പൊ ഈ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ആരാണ്? അത് ഇവരുടെ ഐക്കൺസ് ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ. എന്താണ് അവന്റെ ക്വാളിറ്റി? മോന്റെ ക്വാളിറ്റി എന്താ? നേരത്തെ പറഞ്ഞു എല്ലാ തരികിടകളിലും അയാളുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളെ പറ്റി വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളെ എന്തിനാ സ്വാമി എന്ന് പറഞ്ഞ് RSSന്റെ ഒരു മഹാൻ എന്നോട് പറഞ്ഞു. വലിയ ഇതല്ല. ഞാൻ പറഞ്ഞു, ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശത്തിൽ പോയ ആരാന്നറിയോ? അപ്പൊ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ആദ്യമായിട്ട് പോയതാരാ? നീൽ ആംസ്ട്രോങ് അല്ലേ? എന്നാണ് തരിക? അല്ല, ലൈക്ക എന്ന് പറഞ്ഞൊരു പട്ടിയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും പൊങ്ങാൻ പറ്റുമെന്നതിന്റെ തെളിവാണ് ആ പട്ടിയും തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ. ഇത് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞൊരു സംഭവമാണിത്. ഈ പൊക്കി വിട്ടു. എന്തുകൊണ്ട്? ഈ പൊക്കി വിട്ടത് കൊണ്ടുള്ള ഗുണം എന്താണ്? ആരാധ്യനായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ക്രെഡിബിലിറ്റി പോയില്ലേ? അവരുടെ ഇമേജ് അല്ലേ പോയത്? ഇവിടെയുള്ള കുറെ നാറികൾ ഇങ്ങനെ കുറെ എരപ്പാളികളെ ഫ്രെയിം ചെയ്ത് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് കിട്ടുന്ന എന്താ മാത്രമല്ല, ഇവർ ഈ വെള്ളാപ്പള്ളിനെ കൊണ്ടും തുഷാറിനെ കൊണ്ടും എന്ത് വോട്ട് ബാങ്കാണ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുക? കാരണം ഇവർ ഓൾറെഡി വെറുക്കപ്പെട്ട സാധനങ്ങളാണ്. ഇവർ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയും ഗുരുദേവന്റെ ചിത്രവും വെച്ചിട്ട് ഗുരു എന്തു പറഞ്ഞോ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ധർമ്മബോധം ഇല്ലാത്ത ഈ ജീവികളെ വെച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ധർമ്മം തകരും.